ഹലോ ഫ്രണ്ട്സ്, 2024 ആയപ്പോഴേക്കും ഏകദേശം ഒരു 45,000-ഓളം വേക്കൻസികളാണ് നേഴ്സസിൻ്റേതായിട്ട് ഇംഗ്ലണ്ടിൽ മാത്രമുള്ളത്. ഇപ്പോഴത്തെ നമ്മളുടെ ഭരണകക്ഷിയായിരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടി പറയുന്നത് ഏറ്റവും കൂടുതൽ നേഴ്സസിനെ അവർ ട്രെയിൻ ചെയ്തെടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്. ഇനിയിപ്പോഴും ഭരണത്തിൽ വരാനിരിക്കുന്ന പാർട്ടിയായിരിക്കുന്ന ലേബർ പാർട്ടിയും ഇതേ കൺസെപ്റ്റാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഭരണത്തിൽ ഏറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേഴ്സസിനെ ഞങ്ങൾ ട്രെയിൻ ചെയ്ത് എടുക്കും. പക്ഷേ ഇത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. കാരണം UK-യിലെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK-യിലെ ഒരു NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെ ടെൻഷന്, പ്രഷർ, അവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജോലിയാണ്. ബ്രിട്ടീഷുകാരായിട്ടുള്ള യങ് സ്റ്റുഡൻസ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ഒരു നേഴ്സിംഗ് പ്രൊഫഷന് അവരുടെ കരിയറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏതൊക്കെ ഗവൺമെൻറ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു സാലറിയിൽ വ്യത്യാസം വരുത്താതെ ഇതേപോലെയൊക്കെ തന്നെ ടെൻഷനും പ്രഷറുമുള്ള ഒരു ജോലിയിലേക്ക് കുട്ടികൾ ആകൃഷ്ടരായിട്ട് വരത്തില്ല. അതായത് നമ്മൾ ഇപ്പോഴും പറയുമ്പോൾ ഇൻ്റർനാഷണലി ഇവർ റിക്രൂട്ടുകൾ ചെയ്തുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇപ്പോഴേ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHS ട്രസ്റ്റുകൾക്ക് അവർക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ട്രെയിനിങ്ങുകൾക്ക് ഒന്നും തന്നെ ഫണ്ട് അനുവദിക്കുന്നില്ല. ഗവൺമെൻറ് ഇപ്പോൾ കൺസർവേറ്റീവ് കക്ഷികൾ അടുത്ത ഭരണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും അവർക്കറിയാം അവരുടെ ഭരണം ഏകദാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇനി ഇപ്പോഴും വരാൻ പോകുന്നത് ലേബർ ഗവൺമെൻറ്റാണ്. ഈ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും അവരിതിനു വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് കിട്ടുന്ന മാസ ശമ്പളം കയ്യിൽ കിട്ടുന്നത് ഏകദേശം ഒരു 1,800-നും 2,000 പൗണ്ടിനും ഇടയ്ക്കാണ്. എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്ന, അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു ഏജൻസി നേഴ്സായിട്ടൊക്കെ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോകും. കഴിഞ്ഞ ദിവസം BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ഞെട്ടിപ്പോകും. കാരണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ അവർ നിർത്തിവെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു NHS ട്രസ്റ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ബാങ്ക് ഹോളിഡേ ദിവസം അവർക്കൊരു നേഴ്സിനെ കിട്ടിയില്ലെങ്കിൽ, ഒരു സ്പെഷ്യലിസ്റ്റ് നേഴ്സിനെ അവരൊരു ഡ്യൂട്ടിക്ക് വേണ്ടി ഈ തോൺബറി പോലുള്ള ഏജൻസികൾ, നമുക്കറിയാം തോൺബറി ഏജൻസി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് നൽകുന്ന ഒരു ഔട്ട്സൈഡ് ഏജൻസിയാണ്. അവിടെ നിന്ന് അവർക്ക് അത്യാവശ്യമായിട്ടൊരു സ്പെഷ്യലിസ്റ്റ് നേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ ഷിഫ്റ്റിന് 2,000 പൗണ്ട് ആ ഏജൻസിക്ക് കൊടുത്തിട്ടാണ് ഒരു നേഴ്സിനെ ഒരു ദിവസത്തേക്ക് അവർ ഹയർ ചെയ്യുന്നതെന്ന്. നമ്മൾ നോക്കിയേ എത്ര 1000 പൗണ്ടുകളാണ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ പണം അവർ സ്വരൂപിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ റിക്രൂട്ട് ചെയ്ത് ഇതുപോലുള്ള ആൾക്കാരെ UK-യിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇനഫ് സ്റ്റാഫിനെ ലഭിക്കുമെന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷെങ്കിൽ ഇതേപോലെക്ക് ആവശ്യമില്ലാത്ത ഏജൻസികൾക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള പണം നൽകിക്കൊണ്ടാണ് ഒരു നേഴ്സിന് വേണ്ടി അവർ ഇത്രയും പണം ചിലവാക്കുന്നത്. നമുക്കറിയാം UK-യിൽ ഇപ്പം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന NHS ട്രസ്റ്റുകളിൽ ഏജൻസികളുണ്ട്. പക്ഷേ ആ ഒരു ഏജൻസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ NHS ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു സാലറി ആയിരിക്കും ആ ഒരു ഏജൻസികൾ കൊടുക്കുന്നത്. നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ഒരു ഏജൻസിയിൽ ഒരു സ്റ്റാഫ് നേഴ്സായിട്ടൊക്കെ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാറ്റർഡേ അല്ലെങ്കിൽ ഒരു സൺഡേ ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 200 പൗണ്ട് അല്ലെങ്കിൽ 225 കൂടുതൽ നമുക്ക് ലഭിക്കത്തില്ല. പക്ഷെങ്കിൽ ഇതേപോലെയുള്ള ഒരു ഔട്ട്സൈഡ് ഏജൻസി, തോൺബറി പോലെയുള്ള ഒരു ഏജൻസിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു NHS ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഒന്നുമില്ല. അവരൊരു സാലറി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു പേയ്മെൻറ്റിന് മാത്രമേ അവർ ഏജൻസികൾ അവരുടെ സ്റ്റാഫിനെ നൽകുകയുള്ളൂ. നമുക്കറിയാം സാധാരണ ഒരു ഷിഫ്റ്റിന് ഈ ഒരു തോൺബറി ഏജൻസിയുടെ ഒരു ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്കൊരു 350-375 പൗണ്ട് പ്ലസ് അവർ ട്രാവൽ അലവൻസും തരും. ഇപ്പോൾ NHS ഹോസ്പിറ്റലുകളെന്ന് പറഞ്ഞാൽ അവസാന നിമിഷം ഇതേപോലെയുള്ള ഹോളിഡേയ്സിലോ അല്ലെങ്കിൽ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഇതുപോലെയുള്ള ദിവസങ്ങളിലൊക്കെ അവർക്ക് നേഴ്സസിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നടപടി എന്ന രീതിയിൽ അവരെ സമീപിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ ഒരു തോൺബറി ഏജൻസി എന്ന് പറയുന്നത്. ഈ ഒരു 2,000 പൗണ്ട് ഏജൻസിക്ക് വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു വരുന്ന ആ ഒരു ഏജൻസി നേഴ്സിന് ആ ഒരു ഷിഫ്റ്റിൽ കിട്ടുന്ന അവർക്ക് കിട്ടുന്ന പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,050 പൗണ്ടോളമാണ്. ബാക്കി മുഴുവനും ഈ ഒരു ഇൻ ബിറ്റ്വീനിൽ നിൽക്കുന്ന ഈ ഒരു ഏജൻസി ഏകദേശം ഒരു 800 പൗണ്ടോളം ഈ ഒരു ഏജൻസിക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത്.
അദ്ദേഹത്തിൻ്റെ ഏകദേശം ഒരു 4 ട്രസ്റ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഒറ്റ വർഷം ഏകദേശം 5 ലക്ഷത്തോളം പൗണ്ടാണ് ഇതുപോലൊക്കെ ഏജൻസികൾക്ക് വേണ്ടി മാത്രമായിട്ട് ചിലവഴിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു 5 ലക്ഷം പൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണലി എത്ര നേഴ്സസിനെ അവർക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് UK വരാൻ സാധിക്കുമെന്നുള്ള കാര്യം. ഫണ്ട് കൊടുക്കത്തില്ല, ഗവൺമെൻറ്റിൻ്റെ പൈസ ഇല്ല, അല്ലെങ്കിൽ NHSൻ്റെ പൈസ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇതേ രീതിയിൽ വേസ്റ്റ് ഓഫ് മണിയാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻസികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 12 മണിക്കൂറത്തേക്ക് ഒരു ഔട്ട്സൈഡ് ഏജൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഉള്ളവരെല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങളൊരു വാർഡിലൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് ഒരു ഏജൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അവർ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഷിഫ്റ്റിന് ഒരു 200 പൗണ്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും. കാരണം നിങ്ങളുടെ വാർഡായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ജോലി ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഇതേപോലൊക്കെ ഔട്ട്സൈഡ് ഏജൻസിയിൽ നിന്ന് വരുന്ന ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ ആ 12 മണിക്കൂർ അവരൊന്ന് തീരാനായിട്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ആ ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഏകദേശം 1000 ചില്ലുവാനും പൗണ്ട്. നിങ്ങൾക്കൊരു 200 പൗണ്ട് കിട്ടുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 5 ഇരട്ടി പണമാണ് അവർക്ക് ആ ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ അവരുടെ കയ്യിലേക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ നിൽക്കുന്ന ഇതുപോലുള്ള ഏജൻസികൾക്ക് ഒന്നും അറിയാതെ അവർക്ക് കിട്ടുന്ന ഏകദേശം 800 പൗണ്ടോളമാണ്. മാത്രമല്ല എക്സ്ട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തോൺബറി ഏജൻസി പോലുള്ള ഏജൻസിയിൽ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ അലവൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു ട്രാവൽ അലവൻസ് അവർ എക്സ്ട്രാ ആ NHS ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഈടാക്കുന്നു. അപ്പോൾ ഈ 2000+ ട്രാവൽ അലവൻസ് ആണ് ഒറ്റ ഷിഫ്റ്റിന് വേണ്ടി NHS ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിന് വേണ്ടി, ഒരു ഫ്രീലാൻസ് നേഴ്സ്, അതായത് ഈ ഏജൻസികൾക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന നേഴ്സ് ഒറ്റ ഷിഫ്റ്റിന് വേണ്ടി അവർ ഈടാക്കുന്നത്. അപ്പം നമ്മൾ ഈ NHS ഹോസ്പിറ്റലുകളൊക്കെ കുറച്ചുകൂടെ കാര്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും 5 ലക്ഷം പൗണ്ടൊക്കെ ഈ ഒരു 4 ട്രസ്റ്റ് കൂടി ചിലവാക്കുമ്പോൾ ഈ 5 ലക്ഷം പൗണ്ട് ഉണ്ടെങ്കിൽ ഈ 4 ട്രസ്റ്റിന് ആവശ്യമുള്ള ഇഷ്ടം പോലെ നേഴ്സസിനെ ഇൻ്റർനാഷണലി UK റിക്രൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. നമ്മൾ നോർമലി എപ്പോഴും പറയുമ്പോൾ ഇൻ്റർനാഷണലി ഒരു നേഴ്സിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഒരു NHS ഹോസ്പിറ്റലിന് ഏകദേശം ഒരു 10,000 പൗണ്ട് ചിലവാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ വർഷം ഈ ഒരു 5 ലക്ഷം പൗണ്ട് ഇതിനു വേണ്ടി ചിലവാക്കുന്ന NHS ഹോസ്പിറ്റലുകൾക്ക് എന്തുകൊണ്ട് അവർക്ക് ഇൻ്റർനാഷണലി ഇത്രയും നേഴ്സസിനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നുകൂടാ? ഒരു ഫ്രൈഡേ ഡേ ഷിഫ്റ്റിന് ആ ഏജൻസിക്ക് കൊടുക്കുന്നത് ഏകദേശം 1000 പൗണ്ടോളമാണ്. അതിൽ 539 പൗണ്ട് ആ ജോലി ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സിനും ഏകദേശം 400 പൗണ്ടോളം ഏജൻസിക്കുമാണ് ലഭ്യം. അപ്പോൾ ഈ ഏജൻസിയൊക്കെ എത്രമാത്രം പണം ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ കാണണം. കാരണം അവർ പ്രത്യേകിച്ച് ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിലൊന്നും നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അവരുടെ നേഴ്സ് വന്ന് ഈ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ 50-50 ആണ്. അവർ 50% നേഴ്സിന് കൊടുക്കും, ആ 50% ഏജൻസിക്കും ലഭിക്കുന്നു. ഏകദേശം 1000 പൗണ്ടിൻ്റെ ഒരു ജോലി ചെയ്ത് കഴിയുമ്പോൾ 539 പൗണ്ടോളം നേഴ്സിന് കൊടുക്കും. ഏകദേശം ഒരു 400-402 പൗണ്ട് ഈ ഒരു ഏജൻസിയും കൈക്കലാവുക. അങ്ങനെയാണ് ഇംഗ്ലണ്ടിലെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ അവസാനിപ്പിച്ച് ഗവൺമെൻറ് ഇത്രയും പൈസ ഇതുപോലുള്ള ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾക്ക് വേണ്ടി ചിലവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് നമ്മളുടെ നേഴ്സസിന് UK വരാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേഴ്സസിന് UK വന്നിട്ട് ഇതേപോലെയുള്ള NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NHS ഹോസ്പിറ്റലുകൾക്ക് തന്നെ ആയിരിക്കും. ഗവൺമെൻറ് അങ്ങനെ നല്ല രീതിയിൽ ചിന്തിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.